CPM-ന്റെ മുതിർന്ന നേതാവും അതോടൊപ്പം തന്നെ ജയിൽ ഉപദേശക സമിതി അംഗവുമായ പി ജയരാജൻ കണ്ണൂരിലെ സെൻട്രൽ ജയിലിലേക്ക് എത്തിയത്. പക്ഷേ അദ്ദേഹം എത്തിയ ആ സമയത്ത് അവിടെ പ്രതികൾ എത്തിയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം മടങ്ങി പോവുകയായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പ്രതികൾ എത്തുന്നതിന് മുൻപ് തന്നെ CPM നേതാക്കൾ ജയിലിലേക്ക് എത്തുകയാണ് കാണാൻ വേണ്ടി. അല്ല, തീർച്ചയായിട്ടും ഈ കൊലപാതകവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ ശിക്ഷ വിധിച്ചപ്പോ ഓരോരുത്തരായിട്ട് മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള സകല കൊലകളും പാർട്ടി തീരുമാനമെടുത്താണ് കൊല നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പാർട്ടിക്കാർക്ക് ഈ കൊലപാതകികളെ കൈയൊഴിയാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റി ഒരു കൊലപാതകം നടത്തിയാൽ അവർക്ക് പശ്ചാത്താപം ഉണ്ടാകും, പ്രായശ്ചിത്തം ഉണ്ടാകും. ഇതങ്ങനെയല്ലല്ലോ. ഇത് പാർട്ടി തീരുമാനമെടുത്ത് ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ കൊല്ലുന്ന പ്രതികൾക്ക് സകല സംരക്ഷണവും കൊടുക്കും, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കും, അവരെ ജയിലിൽ പോയി കാണും. ജയില് അവരെ ഒരു സുഖവാസ കേന്ദ്രമാണ്. ഇപ്പൊ പി ജയരാജൻ ഒരു കൊലക്കേസിലെ പ്രതിയാണ്, നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ അരിയിൽ ഷുക്കൂറിനെ കൊന്ന കൊലക്കേസിൽ ഒരു മുൻ MLA-യും അതുപോലെ തന്നെ പി ജയരാജനും CBI-യുടെ കേസിൽ പ്രതികളാണ്. ആ പ്രതി ജയരാജൻ ഇതിനകത്ത് വളരെ പാരമ്പര്യമുള്ള ഒരാളാണ് ഈ കൊലപാതക പ്രവൃത്തിയിൽ, ബോംബ് നിർമ്മാണ പ്രക്രിയ. അതുകൊണ്ടാണ് പാർട്ടിക്ക് ഗൂഢാലോചനയുമായി ബന്ധമില്ല എന്നൊരു നിലപാടാണല്ലോ. അതുമാത്രമല്ല, ഇപ്പോൾ കോടതി കുറ്റക്കാരാണ് എന്ന് കണ്ട് ശിക്ഷിച്ച പ്രതികളെയാണ് ഇപ്പോൾ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചത്. ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട പ്രതികളെയല്ല, ശിക്ഷിച്ച പ്രതികളെയാണ്. അവരെ കാണാൻ വേണ്ടിയാണ് CPM-ന്റെ നേതാവ് എത്തിയത്. അല്ല, നിങ്ങൾ ഈ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. ആദ്യത്തെ 10 പ്രതികൾ ഉണ്ടല്ലോ, 14 പ്രതികളിൽ 10 പ്രതികൾ അവരുടെ പേരിൽ IPC 302 ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ പേരിൽ IPC 120B ഉണ്ട്. 120B എന്ന് പറയുന്ന ഗൂഢാലോചനയാണ്. 302 വധശ്രമമാണ്. അപ്പൊ വധശ്രമത്തിനും ഗൂഢാലോചന കുറ്റത്തിനുമാണ് ഇരട്ട ജീവപര്യന്തം കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഗൂഢാലോചനയ്ക്ക് 1 ജീവപര്യന്തം, പിന്നെ കൊലപാതകത്തിന് 1 ജീവപര്യന്തം. അതേസമയം XMLA-യും അതുപോലെ തന്നെ മറ്റ് 2 പേരും വധശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള, ജീവപര്യന്തം ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള പ്രതികളെ പോലീസ് ജീപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ച് ഇറക്കി കൊണ്ടുപോയി. അതാണ് 225 ഇട്ടിരിക്കുന്ന IPC. അപ്പോ അങ്ങനെ കോടതി ശിക്ഷിച്ച പ്രതികളെല്ലാം മാർജിറ്റുകാരാണ്. ഇതിനകത്ത് ജയരാജനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഞാൻ പറയാം. ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷന്റെ പേര് പറഞ്ഞ് കേരള ഗവൺമെന്റ് പോലീസ് റിപ്പോർട്ട് തള്ളി പരോള് കൊടുത്തു വരുന്നുണ്ടല്ലോ, കൊടിസുനി, കൊടും ക്രിമിനൽ. അവന് അവിടുന്ന് പരോള് കിട്ടിയിട്ട് അവൻ എവിടെയാ പോയത്? ആദ്യമായി പോയത് കല്യോട്ട കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ 1-ാം പ്രതി പീതാംബരനെ കാണാനാണ് ഹൈക്കോടതിയിൽ പോയി വിധി കേൾക്കാൻ. അവിടെ പോയി പീതാംബരന് ഷേക്കാന് കൊടുത്തു, അനുഗ്രഹാശികൾ കൊടുത്തു. ഇനിയും നമുക്ക് കൊലപാതകങ്ങൾ ഒന്നായി ചെയ്യാം എന്ന് തീരുമാനമെടുത്തിട്ടാണല്ലോ അവിടുന്ന് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കെ. പരോട് കൊടുത്തൊരുത്തൻ കോടതിയെയും നിയമ സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കൊലക്കേസിലെ ശിക്ഷ വിധിച്ച പ്രതിയെ കാണാൻ അവിടെ പോയി പ്രതിയെ കെട്ടിപ്പിടിക്കുന്നു, ഷേക്കാൻഡ് കൊടുക്കുന്നു. ഇതെന്തൊരു രാജ്യമാണ്? വെള്ളരിക്കപ്പട്ടണമാണോ? ഇവിടെ പണ്ട് ജോസഫ് ഭായി പറഞ്ഞതാണ് ശരി. മാർക്സിസ്റ്റ് പാർട്ടി ഒരു പോലീസ് സ്റ്റേഷനാണ്, ഞങ്ങളൊരു കോടതിയാണ്. ഞങ്ങള് നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്നില്ല, കോടതിയെ ബഹുമാനിക്കുന്നില്ല, ഞങ്ങൾ പോലീസ് സ്റ്റേഷനെ ബഹുമാനിക്കുന്നില്ല. ഞങ്ങളുടെ നീതി കേൾക്കാൻ പോകുന്ന വാദം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹം ഈ ജയിൽ ഉപദേശക സമിതിയുടെ അംഗം കൂടിയാണ്. അപ്പം സ്വാഭാവികമായും വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ നിന്നാണല്ലോ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രതികൾ എത്തുന്നതിന് മുൻപ് ഒരു പരിശോധനയ്ക്ക് വന്നതാണെന്ന് പറയുമായിരിക്കും അല്ലേ? എന്ത് പരിശോധനയാണ്? ഈ കൊലക്കേസിലെ പ്രതികൾക്ക് അവിടെ ആവശ്യമായ സുഖ സൗകര്യങ്ങൾ ഒതുക്കാൻ വേണ്ടി പോയതാണ്. അത് വേറൊരു കാര്യത്തിലല്ല പോയത്. അവരെ പട്ടുമത്തയിൽ കെടുത്തണമെന്നും അവർക്ക് തന്തൂരി ചിക്കനും അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും, മദ്യപിക്കുന്നവരാണെങ്കിൽ അവർക്ക് മദ്യം, എന്തെല്ലാം ഉണ്ട്, സുഖ സൗകര്യങ്ങൾക്ക് എന്തെല്ലാം, ഒരു മനുഷ്യന്റെ ആഡംബര ജീവിതത്തിൽ എന്തെല്ലാം വേണോ അതൊക്കെ ഒരുക്കി കൊടുക്കാനായിരിക്കും ജയരാജൻ പോയത്. അല്ല പിന്നെന്തിനാ ഉദയചതുർത്തി അവിടെ പോകുന്ന കാര്യം? ശരി, വളരെയധികം നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിച്ചതിന്.